Hi all, welcome to NCMS Group. Today we are going to discuss data interpretation. ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ കുറച്ച് ട്രിക്സ് ഉപയോഗിച്ചിട്ട് വിത്തിൻ 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ മിനിമൽ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മാക്സിമം നമുക്ക് 5 മിനിറ്റ്സിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു NTA നെറ്റ് എക്സാമിന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പം മാക്സിമം നമ്മൾ ട്രിക്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്തെങ്കിലും ഒരു PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു വെച്ചാല്, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ പെർസെന്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ 6 ഡിപ്പാർട്ട്മെന്റ് of a company, namely IT, account, HR, marketing, production and sales in a given year. Number of employees working in a marketing department is 560. Based on the data in the table, answer the question that follows. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു വെച്ചാൽ, ഒരു കമ്പനിയിൽ 6 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ 6 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള പെർസെന്റേജ് തന്നിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര പെർസെന്റേജ് എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഹൈഡ് ആൻഡ് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ആ ഇൻഫർമേഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കൊരു ഹൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് 560 ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻഫർമേഷൻ തന്നത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് നമ്മളൊക്കെ ആൻസർ കണ്ടെത്താനുള്ള അതിന്റെ ബേസിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോകുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 14% ആണ്. ആ 14% മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 14% എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ 14% എത്രയാണ്? 560 എംപ്ലോയീസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1% എത്രയാണ്? 560 ഡിവൈഡഡ് ബൈ 14 എത്രയായിരിക്കും? 4 ടൈംസ് അല്ലേ? 40 ആയിരിക്കും. 1% 40 ആണ്. 10% എത്രയായിരിക്കും? 400 ആയിരിക്കും. 100% എത്രയായിരിക്കും? ഇത് ആദ്യം നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ആ കമ്പനിയിലെ ടോട്ടൽ എംപ്ലോയീസ് എത്രയായിരിക്കും? 4000 എംപ്ലോയീസ് ആയിരിക്കും ആ കമ്പനി ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബാക്കി ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഇനി എല്ലാതും നമ്മൾ എന്ത് കണ്ടുവെക്കരുത്. 8% IT ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞത് അതിനുള്ള എക്സാക്ട് ആൻസർ കണ്ടാൽ മതി. ബിക്കോസ് നമ്മൾ എന്തൊരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയണം ഈ 5 ക്വസ്റ്റ്യൻസും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു വെച്ചാൽ, if the number of employees in sales department increase by 25% in the next year, then what will be the number of employees in the department in the next year? അപ്പൊ ഏത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ, മാത്തമാറ്റിക്കൽ റീസണിംഗ് ആയിക്കോട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ എന്താ പറഞ്ഞത് എന്ന് വെച്ചാല്, നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ, ആ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ അടുത്ത വർഷം 25% എംപ്ലോയീസിന്റെ 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അടുത്ത വർഷം എത്ര എംപ്ലോയീസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്? ഈ വർഷം എത്രയാണ്? 16% നമ്മുടെ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത വർഷം എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 25% ആണ്. 25% നമുക്കറിയാം റേഷ്യോയില് 25% പറഞ്ഞ റേഷ്യോയിൽ എത്രയാണ്? 1/4 ആണ്. ഇൻക്രീസ് ചെയ്താണോ ഡിക്രീസ് ചെയ്താണോ? കമ്പനിയിൽ ഇൻക്രീസ് ചെയ്താണ്. സോ വി ആർ ആഡിങ്. നമ്മൾ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര? 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമായിരിക്കും 5/4 + 1 = 5/4 ആണ്. 16% ഇൻറ്റു 5/4 നമുക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20% ആണ് നമ്മൾ അടുത്ത വർഷം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിന്റെ പെർസെന്റേജ്. 10% നമുക്ക് അറിയാം എത്രയായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടുവച്ചു. എത്രയായിരുന്നു? 1% 40 ആണ്. 10% 400 ആണ്. 20% എത്രയായിരിക്കും? 800 ആണ്. ആൻസർ എത്രയാണ്? 800 ആണ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നെക്സ്റ്റ് ഇയറിൽ വരുന്ന എംപ്ലോയീസിന്റെ എക്സാക്ട് എണ്ണാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ? വാല്യൂ കണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര ആയിരിക്കും? 800 ആണെന്നുള്ളത്. അതുപോലെ തന്നെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ കാണാം? സെക്കൻഡ് ക്വസ്റ്റ്യന് എന്താ പറഞ്ഞത് വെച്ചാല്, ഇഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ IT ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസസ് ബൈ 60 and 20% റെസ്പെക്ടീവ്ലി ഇൻ ദി നെക്സ്റ്റ് ഇയർ, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് എംപ്ലോയീസ് ഇൻ IT ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ? സെയിം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചത് അതേ പാറ്റേൺ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ 2 ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്, അതുപോലെ അതിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്, എക്സാക്ട് വാല്യൂ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, 60% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ റേഷ്യോ എത്രയാണ്? 60% എന്ന് പറഞ്ഞാൽ 20% നമുക്കറിയാം 1/5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60% എന്ന് പറഞ്ഞാൽ 3/5 ആണ്. ഇൻക്രീസ് ചെയ്താണോ ഡിക്രീസ് ചെയ്താണോ? ഇൻക്രീസ് ചെയ്താണ്.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8/5 ആണ്. ഇൻക്രീസ് 60% പറഞ്ഞാൽ 8/5 ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 20%. 20% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20% റേഷ്യോ എത്രയാണ്? 1/5 ആണ്. ഇൻക്രീസ് ചെയ്താണോ ഡിക്രീസ് ചെയ്താണോ? ഇൻക്രീസ് ആണ് പറയുന്നത്. രണ്ടും ഇൻക്രീസ് ആണ്. അപ്പോ 5/6/5 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്? IT ഡിപ്പാർട്ട്മെന്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ആണ്. 8 into 8/5 ഡിവൈഡഡ് ബൈ നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് റേഷ്യോ ആണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് എക്സാക്ട് വാല്യൂ നമ്മൾ കാണേണ്ട ആവശ്യമില്ല, ഓപ്ഷനിലും റേഷ്യോ ആണുള്ളത്. അപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എത്രയാണ്? 14 into 6/5 ആണ്. 5ഉം 5ഉം ക്യാൻസൽ ആയി. ദെൻ നമുക്ക് എന്ത്? 8 into 8 എത്രയാണ്? 64 ആണ്. 64/14 into 6 എത്രയാണ്? 84 ആണ് അല്ലേ? 14 into എന്താ പറയാ 14 into 10 എത്ര ആയിരിക്കും? 140 ആണ്. അതിന്റെ ഹാഫ് എത്ര ആയിരിക്കും? 70 ആണ്. 70 plus 14 എത്ര ആയിരിക്കും? 84 ആണ്. ഇനി ഡിവൈഡ് ബൈ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 4 ആണ്. 4 64 60 4 എന്ത് ചെയ്യുന്നത്? 15 ടൈംസ് ആണ്. 64 അപ്പൊ എത്ര ആയിരിക്കും? 16 ടൈംസ് ആയിരിക്കും. ആൻസർ ഇവിടെ തന്നെ കിട്ടിയ ഓപ്ഷൻ 3 is the correct answer അല്ലെ? 16 ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മൾ ഇവിടെ എത്തിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ആക്കരുത് ഒരിക്കലും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് ആൻസർ ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആൻസർ കണ്ടത്. ഓപ്ഷൻ 3 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 84 ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 84 4 ടൈംസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? 21 ആണ്. അപ്പൊ ആൻസർ നമുക്ക് എക്സാക്ട്ലി കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 16:20 ആണ് നമുക്ക് കിട്ടി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാല് വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ അക്കൗണ്ട്സ്, HR, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ 4 ഡിപ്പാർട്ട്മെന്റ് ആവറേജാ ചോദിച്ചത്. ഏതൊക്കെയാണ്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇത് കംപ്ലീറ്റ് എങ്ങനെ ടോട്ടൽ ചെയ്യുക? അതിന് ടെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1 2 3 6 അല്ലെ? 60 വന്നു. അതുപോലെ തന്നെ 8 + 2 = 10, 14 16. ഇപ്പോൾ 60 + 16 = 76. 76 ബൈ എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്തത് 4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 76 ഡിവൈഡ് ബൈ 4 ചെയ്താല് 1. അതുപോലെ തന്നെ 36 19% ആയിരിക്കും അതിന്റെ ആവറേജ്. നമുക്കറിയാം 1% 40 ആണ്. 10% 400 ആണ്. 20% എത്രയാണ്? 20% എന്ന് പറഞ്ഞാൽ 800 ആണ്. 800 നിന്ന് 1% മൈനസ് ചെയ്ത് എത്രയാണ്? 40 മൈനസ് ചെയ്താൽ 760 ആണ്. ആൻസർ കിട്ടിയോ? അപ്പൊ അതിന്റെ ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ 760 is the correct answer. ഓക്കെ, ദെൻ അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. ഈസി അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ ഫോർത്ത്, ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ HR ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡാഷ് പെർസെന്റേജ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റ് കമ്പയർ ചെയ്യുന്ന ആരായിട്ടാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര പെർസെന്റേജ് ലെസ് ദാൻ ആണെന്ന്. ഇപ്പൊ HR ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് ആണുള്ളത്? 12% ആണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് ആണ്? 32% ആണ്. ഇപ്പൊ 12 മൈനസ് 32 അല്ലെ ഡിവൈഡഡ് ബൈ 32 കേട്ടോ. 32 ഡിവൈഡ് ബൈ 32 ആണുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെന്റേജ് ലെസ് ദാനും മോർ ദാൻ നമ്മൾ കാണാം. അപ്പൊ ഇവിടെ എത്ര കുറവുണ്ട്? 12 മൈനസ് 32 = 20/32 അല്ലെ? 20/32 നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇത് നമുക്ക് എന്ത് എക്സാക്ട്ലി ഹാഫ് ആണ്. 10/16 എഗെയിൻ ഹാഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തിന് 5/8 കിട്ടും. ഓൾറെഡി നമുക്കറിയാം 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5 ആണ്. ഇൻറ്റു 5 മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. ഓഡ് നമ്പറിന്റെ ഇൻറ്റു 5 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ഒറ്റ -1 ചെയ്ത് നോക്കുക. -1 എന്ന് പറയുമ്പോൾ 124ന്റെ ഹാഫ് എത്രയാണ്? 62 ആണ്. 625 ആണ്. എത്ര ഡെസിമൽ പോയിന്റ് ആണ്? 1ന്റെ ഡെസിമൽ പോയിന്റ് നമ്മൾ കൊടുക്കുക. 622.5 ആണ് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനും ക്വസ്റ്റ്യൻ 4ന്റെ ആൻസർ എത്രയാണ്? 62.5. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഈസ് 5:4 and 60% of employees in HR departments are female, what is the total number of males employees in account and HR department? ഇവിടെ ചോദിച്ചത് മെയിൽ എംപ്ലോയീസ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്? അക്കൗണ്ട്സും HR ഡിപ്പാർട്ട്മെന്റും. അപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റ് മെയിൽസ് ആണ്. മെയിൽസ് എംപ്ലോയീസ് മാത്രം നമ്മൾ ചോദിച്ചു. ടോട്ടൽ മെയിൽസ് എംപ്ലോയീസ് ഇൻ അക്കൗണ്ട്സ് ആൻഡ് HR. ഇപ്പൊ അക്കൗണ്ട്സിൽ നമുക്ക് 18% എന്ന് അറിയാം. അപ്പൊ അക്കൗണ്ട്സിന്റെ റേഷ്യോ നമ്മൾ തന്നിട്ടുണ്ട്. റേഷ്യോ എത്രയാണ്? 5:4 ആണ്. 5 എന്ന് പറഞ്ഞാൽ മെയിൽ ആണ്. ഇപ്പൊ ടോട്ടൽ 5:4ന്റെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 റേഷ്യോ ആണ്.
ഞാൻ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ എംപ്ലോയീസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എത്രയാണ് 18%. അപ്പൊ 1 റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 റേഷ്യോ എന്ന് പറയുമ്പോൾ 18/9 ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര മെയിൽസ് എത്ര ഇതുണ്ട് റേഷ്യോ ഉണ്ട്? 5 റേഷ്യോ എന്ന് പറഞ്ഞാല് 5 into 2 ഈസ് ഈക്വൽ ടു 10% ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ മെയിൽസിന്റെ പെർസെന്റേജ്. അപ്പോൾ 10% നമുക്കറിയാം 1% 40 ആണ്, 10% 400 ആണ്. നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ മെയിൽ നമ്മൾ കണ്ടു. മെയിൽ ഓഫ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എത്രയാണ്? 400 ആണ്. ഇനി നമ്മൾ മെയിൽ ഓഫ് എന്താ പറയാ മെയിൽ ഓഫ് നമുക്ക് എന്ത് കിട്ടണം? HR ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടണം. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിൽ എന്താ തന്നത്? 60% ഓഫ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്? ഫീമെയിൽ ആണ്. 40% ആണ് എന്ത് ചെയ്യുന്നത്? 40% മാത്രമാണ് എന്ത് HR ഡിപ്പാർട്ട്മെന്റിൽ മെയിൽ ഉള്ളത്. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിൽ എത്രയാണ്? 12% ആണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ എംപ്ലോയീസ് ഉള്ളത്. 12% ടോട്ടൽ എംപ്ലോയീസ്. അപ്പൊ 12% എത്രയാണ്? 40% കാണാം. 40% എങ്ങനെ കാണാം? 20% 1/5 ആണ്. 40% 2/5 ആണ്. അപ്പൊ 2/5 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 12നെ ഹരിക്കുന്ന സമയത്ത് 2.10 2 ടൈംസ് ആണ്. ബാലൻസ് 2 ആണ്. 20 എത്ര 5 ടൈംസ് എത്ര വരിക? 4 ടൈംസ് ആണ്. 2.4 2.4 into 2 is equal to 4.8 ആണ്. അപ്പോൾ 4.8% മാത്രമേ ഏതില് HR ഡിപ്പാർട്ട്മെന്റ് മെയിൽസ് ഉള്ളൂ. അപ്പോൾ 1% നമുക്കറിയാം 40 ആണ്. അപ്പോൾ 40 into 4.8 into 4 കണ്ടാൽ, അല്ലെങ്കിൽ 48 into 4 കണ്ടാൽ മതി. 40 into 4 പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 192 കിട്ടും. അപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് എത്രയാണ്? 400 plus 192 is equal to 592. ആൻസർ ഈസി ആയിട്ട് കിട്ടി. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നത്? വിത്തിൻ 5 minutes ഉള്ളിൽ തന്നെ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഐ തിങ്ക് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് എവറി വൺ ക്ലിയർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.